അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. അതായത് ആത്മീയ ചൂഷണം ദിനചര്യയാക്കിയ ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ പുത്രനും, അതെ, കാന്തപുരവും കാന്തപുരത്തിൻ്റെ മകനും. വിഷയം എന്തെന്നാൽ, കണ്ണൂർ ജില്ലയിലുള്ള അബ്ദുൽ സത്താർ എന്ന് പറയുന്ന ഒരു സഹോദരന് കിഡ്നി സംബന്ധമായ അസുഖവും, എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വർഗമാണ് സ്വന്തം കുഞ്ഞാടുകൾ എന്നതുകൊണ്ട് തന്നെ കാന്തപുരത്തിൻ്റെ മകൻ വളരെ കൂളായി പറഞ്ഞു, ഈ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന സഹോദരൻ ഒരു ദിവസം 3 ഡയാലിസിസ് ചെയ്യും. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അത് തിരുത്തുന്നതിന് പകരം പറഞ്ഞത്, അങ്ങനെ വേണ്ട, 1 വേണ്ട 3 വേണ്ട എന്ന് പറയുന്നു. ഒരു രോഗിയോട് അദ്ദേഹം ഡയാലിസിസ് ചെയ്യരുത് എന്ന് പറയുന്ന കാന്തപുരത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് പ്രചരിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളും പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെയായി വന്നു. കാരണം ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിലാണല്ലോ പറയുന്നത്, ഇത് വലിയ കറാമത്തായിക്കൊണ്ടല്ലാണല്ലോ പ്രചരിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് രോഗം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടെ രോഗം നിൽക്കുമെന്ന രീതിയിലുള്ള ഒരു സംസാരം നടത്തി. നമുക്ക് ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. സൂറത്ത് യാസീനിലെ 82-ാമത്തെ വചനം, കുൻ ഫയകൂൻ. ഈ ആയത്ത് ഒരുപക്ഷെ സമസ്തക്കാരൊക്കെ കേട്ടിട്ടുണ്ടാകും, അവർ ഒരുപാട് തവണ ഓതിയിട്ടുണ്ടാകും. മരിച്ച വീട്ടിലും അതുപോലെ തന്നെ എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ അൽഫാത്തിഹ വിളിച്ചതിന് ശേഷം ഓതുന്നതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയില്ല, കാരണം അർത്ഥം പഠിക്കേണ്ടതില്ല. ഇതിൻ്റെ പരിഭാഷയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിഴച്ചു പോകുമെന്നാണല്ലോ ഇവരുടെ മുസ്ലിയാക്കന്മാർ പറയുന്നത്. ചിലപ്പോൾ ഓർമ്മയുണ്ടാകില്ല. ഒരു മുസ്ലിയാർ പറയുന്ന, ഒരു പ്രായമുള്ള മുസ്ലിയാർ മലന്ന് കടന്നിട്ട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മാത്രം വായിച്ചാലൊന്നും അറിവുണ്ടാവില്ല. ഈ ഖുർആൻ പരിഭാഷയാണ് നമ്മളൊക്കെ പ്രേരിപ്പിച്ചത്. അത് ഇവിടെ തുടങ്ങിയത് ആരാ? വിദ്യാർത്ഥിൻ്റെ അതിലാരാ? ഈ ഖുർആൻ പരിഭാഷയാണ് ഞങ്ങളെയൊക്കെ പിഴപ്പിച്ചത് എന്നാ പറയുന്നത്. ഖുർആൻ പരിഭാഷയാണ് നിങ്ങൾക്കൊക്കെ വിലങ്ങ് തടിയായി നിൽക്കുന്നത് എന്ന് പറ. ഈ രീതിയിൽ പച്ച നുണകൾ തട്ടിവിടാൻ വേണ്ടി മുസ്ലിയാക്കന്മാർക്ക് പറ്റാതിരിക്കുന്നത് ഇങ്ങനെയുള്ള ഖുർആൻ പരിഭാഷകളും അതുപോലെ തന്നെ ഖുർആൻ പഠന ക്ലാസ്സുകളും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ വളരെ സജീവമായി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് പുരോഹിതന്മാർക്ക് ബാലരമക്കഥയും പൂമ്പാറ്റക്കഥയും പോലെ കള്ളക്കഥകൾ പറയാൻ വേണ്ടി പറ്റാത്തത്. ഈ മരിച്ച വീട്ടിലും അതുപോലെ തന്നെയുള്ള ഫംഗ്ഷനുകളിലും കാര്യങ്ങളിലുമൊക്കെ മുസ്ലിയാക്കന്മാർ അൽഫാത്തിഹ വിളിച്ച് യാസീനൊക്കെ ഓതുന്ന സമയത്ത് ചടപടാ ഓതുകയാണല്ലോ. അങ്ങനെ ഓതുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ അർത്ഥമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാന്തപുരത്തിന് അങ്ങനെ പറയാൻ സാധിക്കില്ലായിരുന്നു. കാരണം ആ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? താൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമാകുന്നു അവൻ്റെ കാര്യം, അപ്പോഴതാ അത് ഉണ്ടാകുന്നു. ഇതാണ് ആ ആയത്തിൻ്റെ അർത്ഥം. ഇനി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന സഹോദരൻ്റെ കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തോട് അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന കാന്തപുരത്തിൻ്റെ മകൻ കാര്യങ്ങൾ പറയുമ്പോൾ കാന്തപുരം എന്താണ് പറഞ്ഞത്? കാന്തപുരം അവിടെ ഉദ്ദേശിക്കുകയാണ് എന്തെന്ന്? ഈ പറയുന്ന അബ്ദുൽ സത്താറിൻ്റെ രോഗം വേണ്ട, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ദിവസം 3 ഡയാലിസിസ് ചെയ്യുന്നത് അത് അവിടെ നിർത്തണം, ഇല്ലെങ്കിൽ അത് വേണ്ട, ഇനി അദ്ദേഹത്തിന് രോഗമുണ്ടാകില്ല എന്നാ പറയുന്നത്. ഇതാരുടെ കുദ്റത്തിൽപ്പെട്ട കാര്യമാണ്? അള്ളാഹുവിൻ്റെ കുദ്റത്തായിക്കൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരു കാര്യത്തെയാണ് കാന്തപുരത്തിൻ്റെ രീതിയിൽ കാന്തപുരം പറയുന്നത്. നിങ്ങൾ നോക്കണം എത്രമാത്രം ഇയാൾ ധിക്കാരിയാണ് എന്നാണ്. മനസ്സിലായല്ലോ? എത്രമാത്രം ഇയാൾ ധിക്കാരിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ ധിക്കാരിയായ ഫിർഔൻ പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅല എന്നാണ്. ഏറ്റവും വലിയ ധിക്കാരിയായ ഫിർഔൻ പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅല എന്നാണ് എങ്കിൽ കോഴിക്കോടുകാരൻ CM മടവൂർ എന്നറിയപ്പെടുന്ന മാനസിക രോഗി, അതായത് ജദ്ബിന്റെ ഹാലിലായിരുന്നു എന്ന് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പറയുന്ന ആ കാക്ക പറഞ്ഞത് അനല്ലാ എന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്. ഇനി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും ഇതേപോലെ തന്നെയായിരിക്കും കേൾക്കാൻ സാധ്യത. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അനല്ലാ എന്ന്, ഇല്ലെങ്കിൽ അന റബ്ബുക്കുമുൽ അഅല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മായനയൊന്നും ഞങ്ങൾക്ക് തിരിയൂല, അതൊന്നും നിങ്ങളെ സാധാരണക്കാർക്ക് തിരിയൂല, അതങ്ങോട്ട് വിശ്വസിച്ചോളണം എന്ന കോലത്തിലൊക്കെ പിന്നീട് സംസാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ രൂപത്തിലാണ് ഇവരുടെ പോക്ക്. ഇതൊക്കെ ഒരു നിസ്സാരമായി കാണേണ്ട വിഷയമല്ല, ഇതൊക്കെ വലിയ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ട വിഷയമാണ്. ഇന്ന് CM മടവൂരിൻ്റെ കഥകൾ പറയുന്നത് പോലെ നാളെ കാന്തപുരത്തിൻ്റെ കഥകളായി ഇതൊക്കെ പറയും. അതിനുള്ള ചില കാര്യങ്ങളാണിപ്പോൾ മുസ്ലിയാക്കന്മാർ, ഈ കാന്തപുരവും അദ്ദേഹത്തിൻ്റെ മകനും അടക്കമുള്ള മുസ്ലിയാക്കന്മാർ കാട്ടിക്കൂട്ടുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ കുദ്റത്തായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, കാന്തപുരത്തിൻ്റെ കഴിവായിക്കൊണ്ടില്ലെങ്കിൽ കാന്തപുരത്തിന് എന്തോ വലിയ സംഭവമായിക്കൊണ്ടൊക്കെ കാന്തപുരം തന്നെ പറയുന്നത്, ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അബ്ദുൽ സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്.
ഇനി ചെയ്യണ്ട. ആമീൻ. കണ്ണൂർ ജില്ലയിലുള്ള അബ്ദുൽ സത്താർ എന്ന് പറയുന്ന സഹോദരന് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഒരു ദിവസം 3 ഡയാലിസിസ് ചെയ്യുമെത്രേ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും കഥയിൽ ചോദ്യമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ മുതൽ മുകളിലോട്ട് ഏതാണ്ട് 8 മണിക്കൂർ വരെയൊക്കെ ചെയ്യാറുണ്ട് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഒരാൾ ഒരു ദിവസം 3 എണ്ണമൊക്കെ എങ്ങനെയാ ചെയ്യുക? അതിൻ്റെ ക്ഷീണത്തെക്കുറിച്ചൊക്കെ പല ആളുകളോടും ചോദിച്ചപ്പോൾ ആ രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരാൾക്ക് 3 ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നത് നിങ്ങൾ അറിവുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലെങ്കിലും ഒന്ന് അറിയിച്ചു തരണം, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ചോദ്യമാണ്, അബ്ദുൽ സത്താർ എന്ന് പറയുന്ന സഹോദരൻ ഡയാലിസിസ് നിർത്തിയോ? കാന്തപുരം ഇപ്പോൾ പറഞ്ഞല്ലോ നിർത്തണമെന്ന്. അദ്ദേഹം ഈ കാന്തപുരത്തിൻ്റെ വാക്ക് കേട്ട് ഡയാലിസിസ് ചെയ്യുന്നത് നിർത്തിയോ? എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ? എവിടെയാണ് അദ്ദേഹം ഉള്ളത്? അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു. കാന്തപുരത്തിൻ്റെ എല്ലാ മണ്ടത്തരങ്ങളും കേട്ട് മെഴുകി വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞാടുകൾ അവിടെ തക്ബീർ ചൊല്ലി പാസാക്കി എന്നതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യങ്ങളെ കണ്ട ഭാവം നടിക്കുന്നില്ല. അവരങ്ങനെ കണ്ട ഭാവം നടിക്കുന്നില്ല. ചില ഓൺലൈൻ മുഫ്തിമാരൊക്കെ ഉണ്ട്, എല്ലാം കൂടി അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. എന്ത് വിവരക്കേട് ഉണ്ടെങ്കിലും അതൊക്കെ ഏറ്റെടുക്കും. എന്നിട്ട് അതൊക്കെ എങ്ങനെയൊക്കെ മെഴുകി വെളുപ്പിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ മെഴുകി വെളുപ്പിക്കാൻ വേണ്ടി വല്ലാണ്ട് ശ്രമിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടു. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അവരെ ആരെയും നമ്മൾ കണ്ടില്ല. ഇനി വല്ല ചാവേറുകളും എവിടെയെങ്കിലും ഒളിഞ്ഞും പതിഞ്ഞുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടോ എന്നതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. പിന്നെ കാന്തപുരം ഡയാലിസിസ് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ ഹക്കീം അസ്ഹരി എന്തിനാണ് ആമീൻ എന്ന് പറഞ്ഞത്? സഹോദരങ്ങൾ, അവിടെയാണ് ഇവരുടെ തന്ത്രം, ഇവരുടെ നാടകം അവിടെയാണ്. ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിത വർഗം ചെയ്തു കൂട്ടുന്ന ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ആളുകളെ കൊണ്ട് ആമീൻ പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെന്തോ വലിയ കറാമത്തായി, വലിയ സംഭവമായി, വലിയ എന്തോ കുതിരത്തായി കൊണ്ട് ആളുകൾ മനസ്സിലാക്കുമെന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ തരികിട. എന്നിട്ടൊരു ബാലൻസിന് വേണ്ടി ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നടത്തിയത്. എന്താ പറഞ്ഞത്? 3 വേണ്ട, 1 വേണ്ട. ഒരു ദിവസം 3 ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു പുതിയ ചരിത്ര സംഭവം കേട്ടപ്പോൾ കാന്തപുരം പറഞ്ഞതല്ല 3 വേണ്ട 1 വേണ്ട എന്ന്. അല്ലെങ്കിൽ ഈ പറയുന്ന അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ തള്ളു കേട്ട് അങ്ങനെ നീ തള്ളൊന്നും വേണ്ട എന്ന രീതിയിലും അല്ല പറഞ്ഞത്. കണ്ണൂർ സ്വദേശിയായ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന ഈ സഹോദരൻ 3 തവണ ഒരു ദിവസം ഡയാലിസിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ച് തന്നെയാണ് കാന്തപുരം പറഞ്ഞത്. എന്താണ്? 1 വേണ്ട 3 വേണ്ട എന്ന്. ഇതൊക്കെ പറയാൻ ഇയാൾ ആരാണ്? ഇതൊക്കെ പറയാൻ ഈ കാന്തപുരം ആരാണ്? വലിയ ഔലിയ, മുഷാവറയിലെ അംഗം, വലിയ സംഭവം. മനസ്സിലായല്ലോ? വലിയ സംഭവം. ഇനി മരിച്ചു കഴിഞ്ഞാൽ ഈ സമസ്തക്കാർക്ക് ഇസ്തിഹാസ വിളിക്കേണ്ട, ഭാവിയിലെ ലോകം തന്നെ നിയന്ത്രിക്കാൻ സാധ്യതയുള്ള, അനല്ലാ എന്ന് പറയാൻ സാധ്യതയുള്ള, വിളിച്ചാൽ എവിടെ നിന്നും വിളി കേൾക്കാൻ സാധ്യതയുള്ള, അങ്ങനെയാണല്ലോ പറയാറ്. മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നാണല്ലോ ഇവർ വാദിക്കാറുള്ളത്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോവർ എന്നാണല്ലോ പറയാറുള്ളത്. വല്ലേ നീലെത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തിരം ചെയ്യും ഞാൻ എന്നോവർ എന്നാണല്ലോ പറയാറുള്ളത്. മുമ്പൊരു സംവാദത്തിൽ നമ്മുടെ ബഹുമാന്യനായ സുഹൈൽ യൂസഫ് ഒരു ചോദ്യം ചോദിച്ചു ഇവരുടെ ഒരു മുസ്ലിയാരോട്. സലാഹുദ്ദീൻ മഞ്ചേരി എന്നറിയപ്പെടുന്ന AP സമസ്തയിലെ മുസ്ലിയാരോട് ഒരു കാര്യം ചോദിച്ചു. ആ സംവാദത്തിൽ സലാഹുദ്ദീൻ മഞ്ചേരിയും സലാം ചിയ്യൂരും കൂടി അവിടെ പറഞ്ഞ ഒരു വാദമായിരുന്നു, മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. അതിന് തെളിവായിക്കൊണ്ട് സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ വചനം ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു എന്ന് തുടങ്ങുന്ന വചനം തെളിവായിക്കൊണ്ട് ഓതുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാന്റെ പേര് പറയാമോ? എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കുകയും ഉത്തരം ചെയ്യുന്ന ഒരു മഹാന്റെ പേര് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് വിഡ്ഢിത്തമാണ് സുഹൈൽക്ക നിങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെയാണ് അന്ന് സലാം ചിയ്യൂരും അതുപോലെ തന്നെ സലാഹുദ്ദീൻ മഞ്ചേരിയും പറഞ്ഞത്. എന്നാൽ ഇനി നിങ്ങൾ നോക്കിക്കോ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ തന്നെ ഈ കോലത്തിലൊക്കെ നാടകങ്ങൾ നടത്തി തുടങ്ങി.
ഇന്ന് ഇത് വഹാബികളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്ന സംഭവമാണ്. ചോദിച്ചു നോക്കൂ വഹാബികളോട്. ഇങ്ങനെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കണ്ണൂർ സ്വദേശിയായ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന സഹോദരനോട് നിങ്ങൾ ഡയാലിസിസ് 3 ഡയാലിസിസ് നിർത്തണം എന്ന് പറഞ്ഞില്ലേ, അതിന് സാക്ഷികളല്ലേ വഹാബികൾ, സോഷ്യൽ മീഡിയയിൽ ആകെ ഈ ക്ലിപ്പുകൾ പ്രചരിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ അവിടെയും തരികിട നടത്തും. ഒരു സംശയവും വേണ്ട. കള്ളത്തരത്തിന് കയ്യും കാലും മുളച്ചവരാണ് സമസ്താലയത്തിലെ മുസ്ലിയാക്കന്മാർ. കാരന്തൂർ സർക്കസ് കൂടാരത്തിലെ മുസ്ലിയാക്കന്മാർ ഈ രൂപത്തിൽ എന്തൊക്കെ തരികിടകൾ നടത്താൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ തരികിടകൾ നടത്തും. എന്നാൽ അവർക്ക് ഇന്ന് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കാന്തപുരം കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ പറയും ഫോണിലെ വിളിച്ചാൽ അദ്ദേഹം കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന്. അതല്ലാതെ ഇവിടെ നിന്ന് കാസർഗോഡിൽ നിന്ന് എവിടെയോ കാന്തപുരത്ത് കിടക്കുന്ന കാന്തപുരത്തെ വിളിച്ചാൽ അദ്ദേഹം കേൾക്കുകയും എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ രോഗം മാറ്റിത്തരികയും എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ നീക്കി തരികയും ചെയ്യുമോ? ഇനി ഇതൊക്കെ തെളിവായിക്കൊണ്ടുവരും. ഈ പറയുന്ന കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച സഹോദരൻ കാന്തപുരത്തെ വിളിച്ച് ഇസ്തിഹാസ നടത്തിയപ്പോൾ കാന്തപുരം വായ് പൂടുന്നതിന് മുമ്പേ ഉത്തരം നൽകി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വ്യാഖ്യാനിക്കും മുസ്ലിയാക്കന്മാർ. ഇതൊക്കെ വളച്ചൊടിക്കും. ഒരു മടിയുമില്ലാത്ത വർഗമാണ്. ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ രീതിയിലൊക്കെയാണ് തരികിടകൾ നടത്തുന്നത്. അണ്ണാക്കിന് സൗണ്ട് എടുക്കും, വലിയ ഉസ്താദ്, വലിയ ലഖബലയുള്ള ആളാണ്, കുത്തുബുസ്സമാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരുപാട് ആൾക്ക് ശത്രുക്കൾക്ക് പോലും വലിയ കാര്യമായിരുന്നു, വഹാബികൾക്ക് പോലും. എൻ്റെ ഹുസൈൻ മടവൂരൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ചിലപ്പം പ്രചരിപ്പിച്ച് എന്ന് വരും. മനസ്സിലായല്ലോ? ഈ മുസ്ലിയാക്കന്മാർ എന്ത് നെറികേടും കാട്ടാൻ ഒരു മടിയുമില്ലാത്ത ഒരു വർഗമാണ്. ഇസ്ലാമൊന്നുമല്ല അവർക്ക് വലുത്, അവർക്ക് സമ്പത്താണ് വലുത്. മനസ്സിലായല്ലോ? അതിൽ ഹറാമ് ഹലാല് അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പരലോകമുണ്ട് എന്ന വിശ്വാസം അവർക്കുണ്ടോ? സംശയമാണ്. അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ 10-25 കൊല്ലം കിതാബോധി പഠിച്ച പണ്ഡിതന്മാരല്ലേ, അവരങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. സഹോദരങ്ങളൊക്കെ ഇതൊക്കെ തിരിയണമെങ്കിൽ നിങ്ങൾക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങ പറഞ്ഞത് ഓർമ്മയില്ലേ? ഹലാലായ ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഹലാലായ ഭക്ഷണം കഴിക്കണം. മുസ്ലിയാക്കന്മാരെ കുറിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആ മുസ്ലിയാർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ സമുദായത്തിൽ ഉപദേശങ്ങളും വയലുകളൊക്കെ ഇഷ്ടമായി നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും അധികം നമ്മാത്തരം ചെയ്യുന്നത് നമ്മളെ കുട്ടികളാണ്. എന്താ കാരണം? ഇവനിൽ ഈ ഇൽമ് ഫലിക്കണില്ല. കാരണം പറഞ്ഞു കൊടുക്കണവൻ അതിന് അർഹത ഉള്ളവനല്ല. ഈ ഇൽമിനെ സ്വീകരിക്കാനുള്ളതായ ഗുണം അവനിലില്ല. കാരണം അവന്റെ ഭക്ഷണത്തിലും മറ്റൊക്കെ ഹറാമ് കടന്നുപോയി. ഇന്ന് ആരെ ഭക്ഷണം പരിശോധിച്ചു നോക്കിയാലും അവന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തിന്നാൻ മതി എന്നാണല്ലോ, എങ്ങനെയും തിന്നാൻ മതി എന്നാ, വയറ് അറിഞ്ഞാൽ മതി എന്നുള്ളത്. അത് ഹലാലാണോ ഹറാമാണോ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും നിലക്കുള്ള പൈസ നമുക്ക് കയ്യിൽ കിട്ടിയാൽ മതി. അതിന്റെ ഹലാൽ ഹറാമിലേക്ക് നമ്മൾ നോക്കണില്ല. അപ്പോൾ ആ നിലക്ക് ഭക്ഷിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ, അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഈമാൻ കയറി വരില്ല, ഇൽമും വരില്ല. അപ്പൊ അവനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അത് ഉൾക്കൊള്ളാൻ അവന് കഴിയൂല. നേരെ മറിച്ച് പറഞ്ഞു കൊടുക്കണം നമ്മളാണെങ്കിലോ നമ്മളും അതിന് പറഞ്ഞു കൊടുക്കാൻ അർഹതയില്ലാത്തവരാണ്. ഇനി ഇതിനെക്കുറിച്ച് ഞാനൊരു പ്രത്യേക കമൻ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്താണ് തുടർന്ന് പറഞ്ഞത്? ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അതില്ലാണ്ടാകും. എങ്ങനെ? ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതില്ലാണ്ടാകും. നേരത്തെ ഖുർആനിൽ സൂറത്ത് യാസീനിലെ 82-ാമത്തെ വചനത്തിൽ അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ കുദ്റത്തായി എന്താണ് പറഞ്ഞത്? നമുക്ക് കൃത്യമായി അറിയാം. ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാൽ ഇല്ലാണ്ടാകും. എന്താണ് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അബ്ദുൽ സത്താറിൻ്റെ അസുഖം, കിഡ്നി സംബന്ധമായ അസുഖം, കാന്തപുരം വേണ്ട എന്ന് പറഞ്ഞാൽ അതില്ലാണ്ടാകും, ആ അസുഖം മാറിക്കിട്ടും എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ മകനായ അബ്ദുൽ ഹക്കീം അസ്ഹരി പറയുകയാണ് അൽഹംദുലില്ലാ എന്ന്. എന്ത് നിങ്ങൾ മനസ്സിലാക്കി? കാന്തപുരത്തിന് അള്ളാഹു രോഗം മാറ്റാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കിയത്? ആണോ? എങ്കിൽ ചോദിക്കട്ടെ, 1.5 മാസത്തിലധികം കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കിടക്കുകയായിരുന്നില്ലേ? അപ്പോഴൊന്നും ഈ കഴിവ് കിട്ടിയിട്ടില്ലായിരുന്നോ? അതുപോലെ തന്നെ എത്രയെത്ര മുസ്ലിയാക്കന്മാർ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആ സമയത്തൊന്നും ഈ രീതിയിലുള്ള കഴിവൊന്നും കിട്ടിയിട്ടില്ല.
ഇതേതെങ്കിലും സാധാരണക്കാരന് അസുഖം ബാധിക്കുമ്പോൾ മാത്രമാണോ ഇവരുടെ കറാമത്തൊക്കെ വെളിവാകുക? ആണോ? സഹോദരങ്ങളെ, എന്താണ് നമ്മൾ ഇതുവരെ കേട്ടത്? കാന്തപുരം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം അവിടെ നിൽക്കുമെന്നാ പറയുന്നത്. തന്ത്രപരമായി ഈ പുരോഹിതന്മാർ സമൂഹത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഇസ്ലാമിൻ്റെ ഉള്ളകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തിനിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന വിഷങ്ങളല്ലേ ഇവരൊക്കെ? മൂർഖൻ പാമ്പിനേക്കാളും വലിയ വിഷങ്ങളായിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ കാണേണ്ടത്. ഇനി സമസ്തയുടെ ആലിമീനുകളെ വിഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, വിഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിനെ വിഷം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞു വരണ്ട. പകര ബാപ്പൂട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാർ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടോ. കരിമൂർഖനേക്കാളും വിഷമുള്ള ഇനമാണ് കാന്തപുരം എന്ന് ഉസ്താദിനെ കുറിച്ച് ശിഷ്യൻ തന്നെ പറയുന്നത് ഒന്ന് കേൾക്കുക. ബാത്റൂം കക്കൂസിന്റെ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ഒഴിഞ്ഞ കുറ്റിപ്പൊന്തകളിലേക്ക് നീങ്ങിയിരുന്ന കാലത്ത് രാത്രിയിൽ ഉസ്താദ് കക്കൂസിൽ പോയി വരുമ്പോൾ ഉസ്താദിനൊരു മൂർഖൻ പാമ്പ് കടിക്കുകയാണ്. ഉടനെ തന്നെ മരിക്കുന്ന വിഷമുള്ള ഈ പാമ്പ് കടിച്ച ഉടനെ ഉസ്താദ് അനാരം പിടിച്ചുകൊണ്ട് വരികയാണ്. ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്, ഞാൻ അതിനൊരു തട്ട് തട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുക. ചെന്നു നോക്കുമ്പോൾ ആ പാമ്പ് ഉസ്താദിന്റെ വിഷമേറ്റ് ചത്തിരിക്കുന്നു. അതേ, മൂർഖൻ പാമ്പിനേക്കാളും വിഷമുള്ള ഇനമാണ് കാന്തപുരം എന്നാണ് പകര ബാപ്പൂട്ടി മുസ്ലിയാർ ഇപ്പോൾ പറഞ്ഞത്. അത് കാന്തപുരം ചവിട്ടിയപ്പോൾ, ഇല്ലെങ്കിൽ അദ്ദേഹം തട്ട് കൊടുത്തപ്പോൾ പാമ്പ് അദ്ദേഹത്തിന്റെ ചവിട്ട് കൊണ്ട് ചത്തുപോയി എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാൻ രസമുണ്ടായിരുന്നു. എന്നാൽ ഇത് പറഞ്ഞത് എന്താണ്? മൂർഖൻ പാമ്പിനേക്കാളും വിഷമുള്ള ഇനമാണ് കാന്തപുരം എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ കാന്തപുരത്തെ നിങ്ങൾ സൂക്ഷിച്ചോ, കാന്തപുരത്തിന്റെ മകനെയും നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളെ വഞ്ചിക്കും. മുന്തിയ ഇനം വിഷങ്ങളാണ് ഇവരൊക്കെ എന്നാണ് പകര ബാപ്പൂട്ടി മുസ്ലിയാരുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. സമൂഹത്തെ വഞ്ചിക്കുവാൻ വേണ്ടി ഏത് രീതിയിലുള്ള കള്ളത്തരവും പറയാൻ ഒരു മടിയുമില്ലാത്ത വർഗമാണ് ഈ മുസ്ലിയാക്കന്മാർ. ഇവരെക്കുറിച്ച് ഇവരുടെ ആളുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഉയർന്ന സ്റ്റേജുകളിൽ പോലും പച്ചക്കളവുകൾ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ് നമ്മുടെ നേതാക്കന്മാർ എന്ന്. അതുപോലെ തന്നെ ഈ കാന്തപുരത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും, അതിനുശേഷം സുമ്മ വല്ലാഹി എന്നാണ് പറഞ്ഞിട്ട് പറയുന്നത് എങ്കിൽ അത് പച്ചക്കള്ളമായിരിക്കും എന്നൊക്കെ. അതുകൊണ്ട് തന്നെ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോ. ഈ പറയുന്ന കാന്തപുരത്തെയും അദ്ദേഹത്തിന്റെ ശിങ്കടികളെയും മകനെയും ഒക്കെ നിങ്ങൾ സൂക്ഷിച്ചോ. അവർ നിങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, ചതിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ചോദിച്ച ചില ചോദ്യങ്ങളാണ്. കാന്തപുരത്തിനോടും കാന്തപുരത്തിന്റെ മകനോടും കാന്തപുരത്തിന്റെ തക്ബീർ തൊഴിലാളികളായ കുഞ്ഞാടുകളായ അടിമകളോടുമൊക്കെ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? ആരാണ് കണ്ണൂർ ജില്ലയിലുള്ള അബ്ദുൽ സത്താർ? അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന കിഡ്നി സംബന്ധമായ കാരണത്താൽ ഡയാലിസിസ് ചെയ്യുന്നത് നിർത്തിവെച്ചോ? എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ? അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഒരു ദിവസം തന്നെ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്ത ആ ഡയാലിസിസ് സെന്റർ എവിടെയാണ്? ഏത് ക്ലിനിക്കിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ 3 തവണയൊക്കെ ഒരു ദിവസം ഡയാലിസിസ് ചെയ്തത്? ഏത് ഡോക്ടറാണ് ഇദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അതിനൊക്കെ ഒന്ന് മറുപടി കൊടുത്ത് മെഴുകി വെളുപ്പിക്കാൻ ശ്രമിക്കൂ കുഞ്ഞാടുകളെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പുരോഹിതന്മാർ നിങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, ചതിക്കുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക ചൂഷണമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഇവരുടെ മുഖ്യ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരൻ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്കൊരു ആൾ അയച്ചു തന്നു. ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നതോടെ നമ്മുടെ ഈ സംസാരം ഇവിടെ സമാപിക്കുകയാണ്. സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പണ്ഡിത വേഷധാരികളായ പുരോഹിതന്മാരുടെ ചതിക്കുഴിയിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് വിലയിരുത്തണം. കാന്തപുരത്തിൻ്റെ മോനിങ്ങനെ വായിച്ചു കൊടുക്കുകയാണ്. കണ്ണൂരുള്ള അബ്ദുൽ സത്താർ എന്ന് പറഞ്ഞ ആൾ കിഡ്നി പോയിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്താ പെടുന്നത്? ഏന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേക്കി ആരെയും പറയേണ്ടത്? ഇയാൾക്ക് അസുഖം വന്ന സമയത്ത് കോഴിക്കോട് ഹോസ്പിറ്റലിൽ 1.5 മാസം അങ്ങോട്ടോ എന്ന് അറിയാതെ തള്ളി നീക്കിയിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിടന്ന് അലമുറ ഇടുന്നു. ഉസ്താദിൻ്റെ അസുഖം മാറ്റി കൊടുക്കണമല്ലോ, ഞങ്ങൾ ആയുസ് ഒരു 10 കൊല്ലം എടുത്താലും ഉസ്താദിന് കൊടുക്കണമല്ലോ കണ്ട്. അക്കാലത്ത് ഒരു ജാറൂലേനും ഒരു CM മടവൂരിലേനും
ഒരു അയിലക്കാട് പിന്നെ സിറാജുദ്ദീൻ ഖാദിരി ഇല്ലായിരുന്നു. അതിൻ്റെ മുമ്പ് വരെ എല്ലാ അസുഖങ്ങളും സി എം മടവൂർ മാറ്റും, എല്ലാ പ്രശ്നങ്ങളും മരിച്ചോലെ സി എം മടവൂർ ജീവിപ്പിച്ചും. ലോകം നിയന്ത്രിക്കുന്ന സി എം മടവൂരാണ്. ലോകത്തുള്ള എല്ലാ ഔലിയാക്കൾക്കും ഒരു മുഷാവറുണ്ട്. ആ മുഷാവറയിൽപ്പെട്ട മെമ്പറാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. മൂപ്പരെ അറിയാതെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ കോമ് അയാൾക്കൊരു അസുഖം വന്ന സമയത്ത് നേരെ ഒരു ജാറത്തേക്കും കൊണ്ടുപോയില്ല. മർക്കസിൻ്റെ മുമ്പ് കൂടി കൊണ്ടുപോയ സമയത്ത് എന്നാൽ മടവൂർ ജാറത്തൊക്കെ ഒന്ന് കീരിക്കാൻ അവിടെ സി എം മടവൂരിനോടൊന്ന് സങ്കടം പറഞ്ഞു നോക്കാമെന്ന് തോന്നിയില്ല അവർക്ക്. നേരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. അവിടെ ഐ സി യു കൊണ്ടുപോയി ഇട്ടു. ഐ സി യു കൊണ്ടുപോയി ഇട്ടിക്കണം 1.5 മാസം പോലെ കിടന്ന് വിരകിയനു. മുക്കി മൂളി ഞെരങ്ങി എല്ലായിടത്തും കിടന്ന് ദ്വായും ഫാത്തിയും മറ്റു മറിച്ചും യാസീനും ഖത്തം ദ്വായും കുത്തുബിയത്തും മൗലൂദും റാത്തീബും അയാളൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സുഖമായി ഇറങ്ങിക്കിട്ടാൻ വേണ്ടി വലിയ എല്ലാ പണി എടുത്തേക്കണം. അതൊക്കെ കഴിഞ്ഞ് മൂപ്പര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒന്ന് മുക്കി മൂളിക്കാണ്ടൊക്കെയാണ് മൈക്കൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒപ്പിച്ച് പ്രസംഗിക്കുന്നത്. അപ്പം മോൻ പറഞ്ഞെടുക്കുക, കണ്ണൂരുള്ള സത്താറ് കിഡ്നി പോയിക്കാണ്ട് ഒരു ദിവസം 3 ഡയാലിസാണ്. അപ്പോൾ ഇയാൾ മുക്കി മൂളി ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞാളെ ഒന്ന് ആലോചിച്ചുകൂടെ കോമിന്. ഇത് പറയേണ്ടത് ഈ ഗ്രൂപ്പിലുള്ള ലത്തീഫിനെ പോലത്തെ ആൾക്കാരോട് നടക്കാൻ. ബാക്കിയുള്ള ഒരുവിധ ആൾക്കാരൊക്കെ പാലിക്കാൻ തുടങ്ങിയിരിക്കണം. കുറച്ച് വിദ്യാഭ്യാസം ഇവരൊക്കെ ഉണ്ടല്ലോ. എന്തിനാണ് ഈ തലച്ചോറ് എന്ന സാധനം അള്ള എന്തിനാ തന്നിട്ടുള്ളത്? ഇത് പോത്തിനെയും ആടിനും പിന്നെ അറുത്തിക്കാണ്ട് അതിൻ്റെ തലച്ചോറ് എടുത്തുകൊണ്ട് റോസ്റ്റാക്കി തിന്നുമല്ലോ നമ്മൾ. അതുപോലെ തിന്നാൻ പറ്റിയ സാധനമല്ലല്ലോ മനുഷ്യൻ്റെ തലച്ചോറ്. അതൊന്ന് ചിന്തിക്കാനുള്ള ആളോ, ഒന്ന് ആലോചിക്കാനുള്ള ആളോ. ഒരു മനുഷ്യൻ 1.5 മാസം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് പുറത്തിറങ്ങിയ ദിവസം പറയുകയാണ് വേറൊരുത്തന്നെ കിഡ്നി പോയപ്പോൾ നീ ചെയ്യണ്ടെന്ന് പറഞ്ഞോളാം. എന്നാൽ ഇയാൾക്ക് അസുഖമുള്ള സമയത്ത് ഇയാളോ ഈ വായിച്ചു കൊടുക്കണ മോനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ പറഞ്ഞോ ഉസ്താദിനെ നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണ്ട ഇവിടെ തന്നെ നോട്ടെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവനാൻ അസുഖം വന്ന അപ്പം ആസ്പത്രിക്ക്, നാട്ടുകാർക്ക് അസുഖം വന്ന മൂടിട്ട വെള്ളം പൊടിട്ട വെള്ളം സി എം മടവൂരിൻ്റെ ജാരം അയിലക്കാട് ജാരം. എന്തൊരു കൗമാണ് റബ്ബേ. എന്നാറ്റിങ്ങൾക്കൊക്കെ നേരം വെളുക്കഞ്ഞി.